ഗുഡ് ഈവനിങ് ഓൾ. എല്ലാവരും മില്യൺ ബിസിനസ് ചാനലിലെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് മാർക്കറ്റ് ന്യൂസ് അടക്കാം. ഇന്നെല്ലാം ചില സാങ്കേതിക കാരണങ്ങൾ ന്യൂസ് ഇടാൻ പറ്റിയില്ല. ഇന്ന് നിഫ്റ്റി വീണ്ടും നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തത്. ബാങ്ക് നിഫ്റ്റി മാത്രമേ ഇന്ന് പോസിറ്റീവിൽ ക്ലോസ് ചെയ്തിട്ടുള്ളൂ. നിഫ്റ്റി 50 ഇന്ന് 25,169 ക്ലോസ് ചെയ്യുമ്പോൾ 32 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. നിഫ്റ്റി ബാങ്ക് ഇന്ന് 225 പോയിൻറ്റ്സാണ് ഉയർന്നത്. 55,509 ക്ലോസ് ചെയ്തത്. നിഫ്റ്റി മിഡ് ക്യാപ് 202 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. 58,496 ക്ലോസ് ചെയ്തു. നിഫ്റ്റി സ്മോൾ ക്യാപ് 97 പോയിൻറ്റ്സിൻ്റെ കുറവാണ് ഉണ്ടായത്. 18,191 ക്ലോസ് ചെയ്തു. ഇന്ത്യ വെക്സ് ഇന്ന് 10.62 ക്ലോസ് ചെയ്തിരിക്കുന്നത്. സെൻസെക്സ് 57 പോയിൻറ്റ്സിൻ്റെ കുറവാണ് കണ്ടത്. 82,102 ക്ലോസ് ചെയ്തു. വരുന്ന ദിവസങ്ങളിൽ മാർക്കറ്റ് മേളിലോട്ട് പോകുന്നു പ്രതീക്ഷിക്കാം. വരുന്ന പുതിയ ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ താരിഫ് നയത്തിൽ വ്യത്യാസം കണ്ടാൽ മാർക്കറ്റ് വീണ്ടും മുകളിലേക്ക് വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. DIF ആക്ടിവിറ്റി നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് DII 2,670 കോടി രൂപയുടെ നെറ്റ് ബയേഴ്സ് ആയിരുന്നു. എന്നാൽ FII ഭാഗത്തു നിന്ന് കറൻസി സെല്ലിംഗ് ആണ് ഉണ്ടായത്. 3,551 കോടി നെറ്റ് സെല്ലേഴ്സ് ആയിരുന്നു FII. DII ഇന്നലെ 2,582 കോടി നെറ്റ് ബയേഴ്സ് ആയിരുന്നപ്പോൾ FII 2,910 കോടി രൂപയുടെ നെറ്റ് സെല്ലേഴ്സ് ആയിരുന്നു. സെക്ടർ വൈസ് നോക്കിക്കഴിഞ്ഞാൽ നിഫ്റ്റി ഓട്ടോ, നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസസ്, നിഫ്റ്റി മീഡിയ, നിഫ്റ്റി PSU ബാങ്ക് എന്നീ സെക്ടേഴ്സ് ഗ്രീനിൽ ക്ലോസ് ചെയ്തപ്പോൾ ബാക്കി സ്ക്രീനിൽ കാണുന്ന എല്ലാ സെക്ടേഴ്സും റെഡിലാണ് ക്ലോസ് ചെയ്തത്. ഇതിൽ നിഫ്റ്റി മെറ്റലും നിഫ്റ്റി PSU ബാങ്കും എബോവ് 1% മേളിൽ റാലി നടത്തി. നിഫ്റ്റി ഓട്ടോ ഒന്ന് 27,321 ക്ലോസ് ചെയ്തപ്പോൾ 167 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി എനർജി 166 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. 35,826 ക്ലോസ് ചെയ്തു. നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസസ് 26,559 ക്ലോസ് ചെയ്തപ്പോൾ 31 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി FMCG 725 പോയിൻറ്റ്സ് ഇടിഞ്ഞ് 55,281 ക്ലോസ് ചെയ്തത്. നിഫ്റ്റി ഹെൽത്ത് കെയർ 14,659 ക്ലോസ് ചെയ്തപ്പോൾ 62 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. നിഫ്റ്റി ഇൻഫ്ര 16 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. 9192 ക്ലോസ് ചെയ്തു. നിഫ്റ്റി IT 35,249 ക്ലോസ് ചെയ്തപ്പോൾ 251 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. നിഫ്റ്റി മീഡിയ 10 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. 1616 ക്ലോസ് ചെയ്തു. നിഫ്റ്റി മെറ്റൽ 99 പോയിൻറ്റ്സ് ചേർന്ന് 10,129 ക്ലോസ് ചെയ്തത്. നിഫ്റ്റി ഓയിൽ ആൻഡ് ഗ്യാസ് 11,317 ക്ലോസ് ചെയ്തപ്പോൾ 9 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. നിഫ്റ്റി ഫാർമ 22,299 ക്ലോസ് ചെയ്തപ്പോൾ 66 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. നിഫ്റ്റി PSU ബാങ്ക് 7451 ക്ലോസ് ചെയ്തപ്പോൾ 80 പോയിൻറ്റ്സിൻ്റെ ഗെയിനാണ് കണ്ടത്. നിഫ്റ്റി റിയാലിറ്റി 913 പോയിൻറ്റ്സ് ക്ലോസ് ചെയ്തപ്പോൾ 8 പോയിൻറ്റ്സിൻ്റെ കുറവാണ് കാണാൻ സാധിച്ചത്. കമ്പനി പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് 1,181 കമ്പനികൾ ഗ്രീനിൽ ക്ലോസ് ചെയ്തപ്പോൾ 1,591 കമ്പനികൾ റെഡിലാണ് ക്ലോസ് ചെയ്തത്. നിഫ്റ്റിയുടെ ലാസ്റ്റ് 12 മന്ത്സിന് മുമ്പ് നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ സെപ്റ്റംബർ 2024 25,810 ക്ലോസ് ചെയ്ത നിഫ്റ്റി ഇന്ന് 25,169 നിൽക്കുമ്പോൾ 2.48% ലോസാണ് കാണാൻ സാധിക്കുന്നത്. നിഫ്റ്റി 50 ഈ വർഷത്തെ മുമ്പിൽ നോക്കിക്കഴിഞ്ഞാൽ ജാനുവരി 1 23,644 സ്റ്റാർട്ട് ചെയ്ത നിഫ്റ്റി ഇന്ന് 25,169 നിൽക്കുമ്പോൾ 6.45% പ്രോഫിറ്റ് കാണാൻ സാധിക്കുന്നുണ്ട്. ടോപ്പ് ഗെയിനേഴ്സ് ആൻഡ് ലൂസേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ഇൻഡസ്ഇൻഡ് ബാങ്ക് 2.82% റാലി നടത്തി. ആക്സിസ് ബാങ്ക് 2.24% റാലി നടത്തി. ബജാജ് ഫിനാൻസ് 1.93%, JSW സ്റ്റീൽ 1.87%, മാരുതി 1.69%, SBIN 1.68%, കോട്ടക് ബാങ്ക് 1.50%, അദാനി എൻ്റർപ്രൈസ് 1.39%, NTPC 1.14% ആൻഡ് ടാറ്റ സ്റ്റീൽ 1.06% റാലിയാണ് കാണാൻ സാധിച്ചത്. ലൂസേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ടെക്കം 2.16% ഫോളോ നടത്തി. ട്രെൻഡ് 2.11% ഫോളോ നടത്തി. SBI ലൈഫ് 2.01%, ഹിന്ദുസ്ഥാൻ യൂണിലിവർ 1.84%, നെസ്ലൈൻ്റെ 1.72%, HDFC ലൈഫ് 1.51%, അൾട്രാ സിംകോ 1.42%, ഗ്യാസിം 1.42%, ഏഷ്യൻ പെയിൻറ്റ് 1.32% ആൻഡ് ഹീറോ മോട്ടോകോപ്പ് 1.19% ഫോളോ ആണ് കണ്ടത്. ഇതൊരു ബയോ സെല്ലർ റെക്കമെൻഡേഷൻ അല്ല, ഇൻഫർമേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ് ന്യൂസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മറ്റുള്ള ഇവൻറ്റ്സ് നോക്കിക്കഴിഞ്ഞാൽ USA നാളെ ന്യൂ ഹോം സെയിൽസ് ഡേറ്റ 24 സെപ്റ്റംബറിന് വരുന്നുണ്ട്. ക്രൂഡ് ഓയിൽ ഇൻവെൻട്രി ഡേറ്റ നാളെ USA വരുന്നുണ്ട്. ഇതാണ് ഇന്നത്തെ പ്രധാനമായിട്ടുള്ള ന്യൂസ് അപ്ഡേറ്റ്സ്. അടുത്ത ന്യൂസ് അപ്ഡേറ്റ്സ് നാളെ കാണാം. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. ബൈ ഓൾ.